ഇന്നലെ രാത്രിക്ക് നല്ല മഴയായിരുന്നു. ഇന്ന് രാവിലെ എണീറ്റപ്പുണ്ട് നല്ല വെയിൽ. എണീറ്റെന്ന് രാവിലെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫോണുമ്മ കുറച്ച് നേരം തോണ്ടിയിരുന്നു. പിന്നെ വന്ന് നോക്കുമ്പോൾ മുറ്റത്തൊക്കെ നോക്കുമ്പോൾ നല്ല വെട്ടവും വെളിച്ചം. വേഗം ഒന്നും നോക്കിയില്ല, വേഗം ചൂലെടുത്ത് കണ്ടങ്ങ് ഇറങ്ങിയാൻ. മുറ്റം മഴ പെയ്തിട്ട് മണലൊക്കെ മറ്റു മുറ്റത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നല്ലപോലെ മണലിറങ്ങിയായിരുന്നു. അതിന് മുറ്റമൊക്കെ തൂത്ത് വന്ന് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പുട്ടും കടലക്കറിയാണ്. ഇന്നലെ പുട്ടും കടലക്കറിയാണ്. അപ്പോൾ ഇക്കുണ്ട് പിള്ളേർക്ക് പൊറോട്ടയും കറിയൊക്കെ കൊടുന്നു. അപ്പോൾ പിന്നെ അവർ അത് കഴിച്ചത് വേണ്ട, പിന്നെ അതുപോലെ തന്നെ അങ്ങ് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ച് അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് നാളികേരമൊക്കെ ചേർത്ത് പുതുക്കി പണിയട്ടെ. ഇനിയിപ്പോൾ അത് മതി. അങ്ങനെ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ നനഞ്ഞതും ഉണങ്ങാത്തതും ഉണങ്ങിയതും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഒക്കെ ഒന്ന് വേർതിരിച്ച് വെക്കേണ്ടടുത്തൊക്കെ കൊണ്ട് വെക്കട്ടെ. അതിൻ്റെ ഇടയിൽ പുട്ടൊന്ന് ചൂടാക്കാൻ വെച്ച്. പിള്ളേരൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. അവർക്ക് ഇനി ഇത് ചൂടാക്കി കൊടുത്തെങ്കിൽ അവർ കഴിക്കുള്ളൂ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, സ്കിപ്പ് ചെയ്യാതെ കൂടെ കാണുക. ചായ കുടിച്ചിട്ട് വേണം. ഇനി തുണിയൊക്കെ ഒത്തിരി കഴുകാനുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് കഴുകിയിടണം. മെഷീനിൽ പകുതി ഇട്ടിട്ടുണ്ട്. ഇന്ന് എന്തായാലും വെയിൽ കാണുന്നു. പിന്നെ പെരുന്നാളൊക്കെ അല്ലേ പിന്നെ അപ്പോൾ തുണിയും ബെഡ്ഷീറ്റും ഇതൊക്കെ ഒന്ന് മാറ്റി തട്ടിക്കൂട്ടി തൂത്ത് വരട്ടെ എഴുതി എല്ലാം ഒന്ന് വലിച്ചിട്ടത്. പിന്നെ എല്ലാ വലിയ പെരുന്നാൾക്കും നമുക്ക് മഴയായിരിക്കും. ഇതിലൊക്കെ നല്ല മഴ ഉണ്ട്. തുണിയൊക്കെ ഞാൻ കഴുകി ചിക്കി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം, ഭയങ്കര ഷുഗറുള്ളതുകൊണ്ടേ ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു, വേഗം അത് മുറിച്ച് കൊണ്ട് ജ്യൂസ് അടിച്ചാൽ ദാഹം നിൽക്കും. പിള്ളേർക്കും തന്നെ കൊടുത്താൽ അവർ അല്ലാതെ കഴിക്കത്തില്ല. അപ്പോൾ പച്ചക്കറിയൊന്നും ഇല്ല അതിന്. അപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊടുന്ന്, പച്ചക്കറിയൊന്നുമല്ല, എന്താ പച്ചക്കറി എന്ന് പറഞ്ഞാൽ സവാളയും തക്കാളിയൊന്നും ഇല്ലായിരുന്നു ഇവിടെ. അപ്പോൾ ഇച്ചിരി വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയൊക്കെ കൂടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെക്കേണ്ട സ്ഥാനത്തൊക്കെ വെച്ചെടുത്ത് വെച്ചിട്ട് വേണം. ഇക്കാണെങ്കിൽ ഇന്ന് രാവിലെ കച്ചവടത്തിന് പോയതപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യരുത്. ചോറൊക്കെ ഇന്നലക്കത്തെ ഉണ്ടായിരുന്നു. കറിയും വെച്ചിട്ടില്ല. ഞാൻ കറി വെച്ചതും ഇല്ല, ആളില്ല എന്ന് വിചാരിച്ചു. ഇപ്പോൾ കയറി വന്നപ്പോൾ ഇല്ലതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ചൂടാക്കി എടുക്കട്ടെ. ഇന്നിപ്പം ഇങ്ങനെയൊക്കെ മതി. എന്നുണ്ടല്ലോ. ഞാൻ വെണ്ടയ്ക്ക എടുത്ത് കണ്ടെന്ന് കുറച്ച് മെഴുക്കുരട്ടും ചെയ്യാം. മീനും അങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. അടുക്കള ജോലി കഴിഞ്ഞിട്ട് വേണം സ്റ്റിച്ചിങ്ങിനൊക്കെ ഇരിക്കാൻ. എല്ലാം കൂടെ ഒപ്പം ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര പാട് നമുക്ക്. പെരുന്നാളിൻ്റെതും യൂണിഫോമും ഇതൊക്കെ ഒക്കെ പാടെ ഒരുമിച്ച് കിട്ടിയാൽ. ചോറും കറി ഇതൊക്കെ ആയി. ചക്കക്കുരു കൊണ്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കി, പിന്നെ വെണ്ടക്ക കൊണ്ട് മെഴുക്കുരട്ടി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രം കൂടെ കഴുകിയാൽ ജോലിയൊക്കെ ഒതുങ്ങി. വേഗം പോയി കുളിച്ച് വന്നിട്ട് വേണം ഫുഡൊക്കെ എടുത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ, ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, സ്കിപ്പ് ചെയ്യാതെ കൂടെ കാണുക. ഞാൻ ഉറങ്ങി നീച്ചപ്പോൾ കണ്ട കാഴ്ച കേട്ടോ. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ